ॐ जडाधरं पाण्डुरङ्गं शूलहस्तं कृपानिधिं सर्वरोगहरं देवं ദത്താത്രേയം അഹം ഭജേത്. ഗുരുപരമ്പരയ്ക്കും പി കേശവൻ നമ്പൂതിരിക്കും പ്രണാമം. ശ്രീപാദ ശ്രീവല്ലഭ ചരിതാമൃതാകാരേണ ഗുരുദത്താത്രേയ ശ്രീപാദ ശ്രീവല്ലഭ പരബ്രഹ്മണേ നമഃ. അധ്യായം 3. ശങ്കരഭട്ട് പളനിസ്വാമിയെ കാണുന്നു. അദ്ദേഹത്തിൻ്റെ കുരുവപുര സന്ദർശനം. സംഗ്രഹമാണ്. ഇതിൽ ശങ്കരഭട്ട് ചിദംബരത്തേക്ക് പുറപ്പെടുകയാണ്. അദ്ദേഹം 3 ദിവസം ഉല്ലാസകരമായ യാത്ര നടത്തി 4-ാമത്തെ ദിവസം ഒരു ബ്രാഹ്മണ ഗൃഹത്തിലെത്തിയതും അവിടെ ഉണ്ടാകുന്ന സംഭവവികാസങ്ങളുമാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനെ രാജഭടന്മാർ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അവിടെ യുവരാജാവിന് സംസാരശേഷിയും കേൾവിശക്തിയും കിട്ടി. അതിൻ്റെ കഥയാണ് അടുത്തതായിട്ട് പറയുന്നത്. അതിനുശേഷം ചിദംബരത്ത് പളനിസ്വാമിയെ സന്ദർശിക്കുന്നതും പളനിസ്വാമി 10 ദിവസത്തേക്ക് തപസ്സിലിരിക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങളുമാണ് അടുത്തതായിട്ട് പറയുന്നത്. അതുകൂടാതെ നാഗലോകത്തെ പറ്റിയുള്ള വിവരണവും ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. ആദ്യം ശങ്കരഭട്ട് ഒരു ബ്രാഹ്മണ ഗൃഹത്തിലെത്തി ഭിക്ഷ യാചിക്കുകയാണ്. അപ്പോൾ ആ ബ്രാഹ്മണ ഗൃഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സ്ത്രീ, ക്രൂരയായ ഒരു വീട്ടമ്മ പുറത്ത് വന്നിട്ട് അവിടെ ഭക്ഷണമില്ല എന്ന് ഉറക്കെ പറഞ്ഞു. അദ്ദേഹം അവിടെ തന്നെ കാത്തു നിന്നു. അവിടെ ഗൃഹനാഥൻ പുറത്തു വന്നു. അദ്ദേഹം പറഞ്ഞു, ഇതുപോലെ അതിഥികൾക്കോ സന്ദർശകർക്കോ ഒന്നും ആതിഥ്യം നൽകാൻ എനിക്ക് ഭാഗ്യമില്ല. ഭാര്യ വലിയ ശുണ്ഠിക്കാരിയാണ്. ദേഷ്യം വരുമ്പോൾ തൻ്റെ തലയിൽ മൺപാത്രങ്ങൾ ഉടയ്ക്കും. അത് കഴിഞ്ഞാൽ ആ മൺപാത്രങ്ങളുടെ വില ആവശ്യപ്പെടുകയും ചെയ്യും. പക്ഷേ ഇദ്ദേഹത്തിന് മതപരമായ ചടങ്ങിൽ നിന്ന് പണം ദാനം കിട്ടുകയാണെങ്കിൽ പണം കൊടുക്കാൻ ബുദ്ധിമുട്ടില്ല. പക്ഷേ കിട്ടിയില്ലെങ്കിൽ കടം മേടിക്കേണ്ടി വരും. അങ്ങനെ പണം കിട്ടുമ്പോൾ അതിലൊരു ഭാഗം ഭാര്യയ്ക്ക് കൊടുക്കും, ഒരു ഭാഗം കടം കൊടുക്കും. അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ വന്ന് ഈ ഭാര്യ മുഴുവൻ പൈസ എടുക്കുന്നതുകൊണ്ട് കടം വീട്ടാൻ നിർവാഹമില്ല. ഇങ്ങനെയുള്ള സ്വഭാവക്കാരിയാണ് തൻ്റെ ഭാര്യ. ആ ഭാര്യ ഇപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പുറത്തൊരു തീർത്ഥാടകൻ നിൽക്കുന്നുണ്ട്, അയാളുടെ കൂടെ പോയിട്ട് എവിടെയെങ്കിലും പോയി ഭിക്ഷ യാചിച്ച് കിട്ടുന്നത് കൊണ്ടുവരാനാണ് ഭാര്യ പറഞ്ഞത്. അങ്ങനെ ഇദ്ദേഹം ശങ്കരഭട്ടിൻ്റെ കൂടെ ബ്രാഹ്മണ ഗൃഹങ്ങളിലൊക്കെ ഭിക്ഷ യാചിക്കാനായിട്ട് പുറപ്പെടുകയാണ്. അവർക്ക് 2 പേർക്കും ഒരു ബ്രാഹ്മണ ഗൃഹത്തിൽ നിന്നും ആഹാരമോ ദക്ഷിണയോ കിട്ടിയില്ല. അവസാനം അവർ തീരുമാനിച്ചു, ഒരു അത്തിമര ചുവട്ടിലിരുന്ന് ശ്രീപാദ ശ്രീവല്ലഭൻ്റെ നാമം ജപിക്കാം, എല്ലാം ശ്രീദത്തൻ്റെ കാരുണ്യത്തിന് വിടാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ജപിച്ചു കൊണ്ടിരുന്ന അവരുടെ അടുത്തേക്ക് രാജഭടന്മാർ എത്തുകയാണ്. എന്നിട്ട് അവർ പറയുകയാണ്, യുവരാജാവിന് സംസാരശേഷി കിട്ടി, കേൾവിയില്ലായ്മ മാറി. അങ്ങനെ ഉടനെ അങ്ങയെ കൂട്ടിക്കൊണ്ടുവരാൻ മഹാരാജാവ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ വരൂ എന്നാണ് രാജഭടന്മാർ പറയുന്നത്. അങ്ങനെ ഇവർ രാജസദസ്സിലേക്ക് പോവുകയാണ്. അവിടെ എത്തിയപ്പോൾ മഹാരാജാവ് പറയുകയാണ്, അങ്ങൊരു മഹാപണ്ഡിതനാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ അങ്ങയെ വേണ്ടതുപോലെ ആദരിക്കാതെ വെറും കൈയോടെ പറഞ്ഞയച്ചു. അങ്ങ് പോയതിന് ശേഷം രാജകുമാരന് ബോധം പോയി. അങ്ങനെ ഇവർ പല ശുശ്രൂഷകളൊക്കെ ചെയ്ത് കുറച്ച് സമയത്തിന് ശേഷം അയാൾ കണ്ണു തുറന്നു. എന്നിട്ട് ശ്രീപാദവല്ലഭ ദിഗംബര, ശ്രീദത്ത ദേവദിഗംബര എന്ന് ഉച്ചരിക്കാൻ തുടങ്ങി. നല്ല ഉയരമുള്ള സുമുഖനായ 16 വയസ്സ് മാത്രം തോന്നുന്ന ഒരു യോഗി പ്രത്യക്ഷപ്പെടുകയും കുറച്ച് ഭസ്മം തൻ്റെ വായിലിട്ട് തരികയും ചെയ്തു എന്ന് അയാൾ പറഞ്ഞു. ആ യുവരാജാവ് പറഞ്ഞു, ആരാണ് ആ യോഗി? അദ്ദേഹത്തിൻ്റെ വാസസ്ഥലം എവിടെയാണ്? ശ്രീദത്തനുമായിട്ട് ഉള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം എന്താണ് എന്നൊക്കെ എന്നോട് പറയൂ എന്നാണ് മഹാരാജാവ് പറയുന്നത്. അപ്പോൾ ശങ്കരഭട്ട് പറയുകയാണ്, ശ്രീപാദ ശ്രീവല്ലഭൻ്റെ മഹിമ എങ്ങനെയാണ് വർണ്ണിക്കുക? അദ്ദേഹം യഥാർത്ഥത്തിൽ ദത്തൻ്റെ അവതാരം തന്നെയാണ്. ശ്രീകൃഷ്ണൻ്റേതുപോലെ ആശ്ചര്യകരമാണ് അദ്ദേഹത്തിൻ്റെ അവതാരം. ഞാൻ അദ്ദേഹത്തെ ദർശിക്കാനായിട്ട് കുരുവപുരത്തേക്ക് പോവുകയാണ് എന്ന് പറയുന്നു. മാധവൻ നമ്പൂതിരിയുടെ ഉപദേശമനുസരിച്ച് അവർ 40 ദിവസത്തെ വ്രതം അനുഷ്ഠിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവിടെ മഹാരാജാവിൻ്റെ സ്വഭാവം നന്നായതും യുവരാജാവിൻ്റെ മൂകതയും ബധിരതയും മാറിയത് എന്ന് അവർ ശങ്കരഭട്ടിനെ അറിയിക്കുന്നുണ്ട്. രാജാവ് ശങ്കരഭട്ടിന് സ്വർണം സംഭാവന നൽകുന്നുണ്ട്. രാജഗുരു ശങ്കരഭട്ടിനോട് തൻ്റെ നന്ദി അറിയിക്കുകയാണ്. തനിക്ക് ഇപ്പോഴാണ് വിവേകം ഉദിച്ചത് എന്ന് അദ്ദേഹം പറയുകയാണ്.
രാജാവ് നൽകിയ സ്വർണം അവർ അവിടെ ബ്രാഹ്മണർക്കിടയിൽ വിതരണം ചെയ്യുകയും ഈ സ്വർണത്തിൽ ഒരു പങ്ക് ഈ ബ്രാഹ്മണൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തു. അതിനുശേഷം അവരുടെ സ്വഭാവം നല്ല ഇണക്കമുള്ള സ്വഭാവമായിട്ട് മാറി ഇവർക്ക് ഭക്ഷണം കൊടുക്കുകയും ശ്രീപാദ ശ്രീവല്ലഭൻ്റെ ഭക്തയായി മാറുകയും ചെയ്തു. അതിനുശേഷം മാധവൻ നമ്പൂതിരിയും ശങ്കരഭട്ടും ചിദംബരത്തേക്ക് യാത്ര തുടങ്ങി. ഗോദാവരി പ്രദേശത്തെ നമ്പൂരു ഗ്രാമത്തിലെ വേദപണ്ഡിതന്മാരെ മലയാള ദേശത്തെ ഭരിക്കുന്ന രാജകുടുംബം അവിടേക്ക് ക്ഷണിക്കുകയാണ്. അങ്ങനെ കുറേ ബ്രാഹ്മണർ നമ്പൂരു വിട്ട് മലയാള ദേശത്തേക്ക് പോയി അവിടെ വേദജ്ഞാനം പ്രചരിപ്പിച്ച് അവർ നമ്പൂതിരി ബ്രാഹ്മണർ എന്ന് അറിയപ്പെടുന്നു. അങ്ങനെ ആദിശങ്കരൻ്റെ പൂർവികന്മാരും നമ്പൂരുവിൽ നിന്ന് ഉള്ളവരായിരുന്നു. ശങ്കരഭട്ടും മാധവൻ നമ്പൂതിരിയും ചിദംബരത്തെത്തി അവിടെ പളനിസ്വാമി എന്ന വൃദ്ധ തപസ്വിയെ സന്ദർശിക്കുന്നുണ്ട്. അദ്ദേഹം ഇവരെ പേര് ചൊല്ലി വിളിക്കുകയാണ്. ആദ്യമായിട്ട് കാണുകയാണെങ്കിലും പേര് ചൊല്ലി വിളിക്കുന്നു. അപ്പോൾ ഇവർ അത് കേട്ട് വലിയ സിദ്ധനാണ് എന്ന് മനസ്സിലാക്കുന്നു. ശ്രീപാദ ശ്രീവല്ലഭൻ്റെ ആജ്ഞ അനുസരിച്ച് തനിക്ക് ഈ ശരീരം ഉപേക്ഷിച്ച് ചെറുപ്പമായ ഒരു ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ സമയമായി എന്നും ഈ ശരീരം 300 കൊല്ലം പഴക്കമുള്ളതാണെന്നും അദ്ദേഹം ശങ്കരഭട്ടനോട് പറയുകയാണ്. അതിനുശേഷം അദ്ദേഹം കണസിദ്ധാന്തത്തെക്കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. പളനിസ്വാമി കണസിദ്ധാന്തത്തെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. ഈ സൃഷ്ടി മുഴുവൻ ഉത്കൃഷ്ടമായ പരമാണുക്കളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. അണുക്കളേക്കാൾ സൂക്ഷ്മമായ നുറുങ്ങുകൾ ഉള്ളതുകൊണ്ട് വൈദ്യുതിയുടെ ഒഴുക്കുണ്ടാകുന്നു എന്നാണ് പറയുന്നത്. അണുക്കൾ എന്ന് പറയുന്നത് ഇവിടെ ആറ്റംസിനെയാണ്, നുറുങ്ങുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോൺസിനെയാണ്. സൂര്യന് ചുറ്റും വിവിധ ഗ്രഹങ്ങൾ വ്യത്യസ്ത ഭ്രമണപഥത്തിൽ തിരിയുന്നത് പോലെ ഈ നുറുങ്ങുകൾ അവയുടെ കേന്ദ്രബിന്ദുവിന് ചുറ്റും വിശ്വസിക്കാനാകാത്ത ചലനവേഗത്തോടെ തിരിയുന്നു എന്നുള്ള കണസിദ്ധാന്തത്തിലെ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്. അതിനുശേഷം ഗായത്രി മന്ത്രത്തിന് 4ാമതൊരു വരി കൂടിയുണ്ട്. പരോ രജസി സാവതോം എന്നാണ് ആ 4ാമത്തെ വരി. അതുകൂടാതെ ദൗ ചൗപാതി ദേവ് ലക്ഷ്മി എന്ന ശ്രീപാദൻ ഇങ്ങനെ പറയാറുണ്ട്. അത് 2, 4, 8, 9 എന്ന ഗൂഢസംഖ്യയെ ഓർമ്മിപ്പിക്കുന്നതാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബദരി എന്ന മഹാപുണ്യഭൂമിയിൽ ശ്രീ ബദരി നാരായണനെ ബ്രഹ്മകമല പുഷ്പങ്ങൾ കൊണ്ട് പൂജിച്ചു. അവ ശ്രീപാദൻ്റെ പുണ്യപാദങ്ങളിലാണ് വന്ന് വീണത്. ബ്രഹ്മകമല പുഷ്പങ്ങളുടെ വിവരണവും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതിനുശേഷം പളനിസ്വാമി 10 ദിവസത്തേക്ക് തപസ്സിലിരിക്കാൻ പോകുന്നു. അതിനുശേഷം ഉണ്ടാകുന്ന സംഭവവികാസങ്ങളാണ് ഇനി പറയുന്നത്. അദ്ദേഹം തപസ്സിലിരിക്കാൻ പോകുമ്പോൾ പറയുകയാണ്, ആരെങ്കിലും പാമ്പ് കടിച്ചോ മറ്റോ വന്നു കഴിഞ്ഞാൽ ആ ശരീരം അവിടെ കുഴിച്ചിടണം, തന്നെ ശല്യം ചെയ്യാതെ നിങ്ങൾ നിൽക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അവിടെ ചില ഭക്തന്മാർ ഭക്ഷണ സാമഗ്രികളൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ വീണ് കിടക്കുന്ന തെങ്ങോല മടൽ കൊണ്ട് ഭക്ഷണം പാകം ചെയ്യാമെന്ന് മാധവൻ നമ്പൂതിരി പറഞ്ഞു. അങ്ങനെ ശങ്കരഭട്ട് അതിന് സമ്മതിച്ച് അവർ മടൽ എടുക്കാനായിട്ട് പോയപ്പോൾ മടലിനടിയിൽ കിടന്ന ഒരു സർപ്പം മാധവനെ കടിച്ചു. സ്വാമിയുടെ ആജ്ഞയെ ലംഘിക്കാൻ പാടില്ലാത്തത് കൊണ്ട് അവർ മാധവൻ്റെ മൃതദേഹം മറവ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 18 വയസ്സുള്ള ഒരു യുവാവിൻ്റെ മൃതദേഹവും അവിടെ ബന്ധുക്കൾ കൊണ്ടുവന്നു. പളനിസ്വാമിയുടെ ആജ്ഞ അനുസരിച്ച് ആ ശരീരവും അവിടെ അവർ മറവ് ചെയ്തു. 10 ദിവസം കഴിഞ്ഞപ്പോൾ 11ാമത്തെ ദിവസം പളനിസ്വാമി സമാധിയിൽ നിന്ന് ഉണരുകയാണ്. അപ്പോൾ ഇവർ മാധവൻ മരിച്ച കാര്യമൊക്കെ പറയുകയാണ്. അപ്പോൾ ഈ പളനിസ്വാമി പറഞ്ഞു, ഈ മാധവൻ സൂക്ഷ്മ ശരീരത്തിൽ ഇത്രയും ദിവസം ശ്രീപാദൻ്റെ കൂടെയാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് സ്ഥൂല ശരീരത്തോടുകൂടി ശ്രീപാദനെ കാണാൻ ഭാഗ്യമുണ്ടായില്ല. എന്നാലും ഈ രീതിയിൽ അയാളുടെ ആഗ്രഹം നിറവേറ്റപ്പെട്ടു. ഇനി മാധവൻ്റെ ശരീരത്തിലേക്ക് ജീവനെ വീണ്ടും പ്രവേശിപ്പിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ശ്രീപാദൻ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഉടൻ തന്നെ ചെയ്യണം എന്നാണ് പളനിസ്വാമി പറയുന്നത്. അങ്ങനെ പളനിസ്വാമി താൻ ഉടുത്ത വസ്ത്രത്തിൻ്റെ മടിയിൽ നിന്ന് ഒരു 4 ചെറിയ കവടികൾ എടുത്ത് മൃതദേഹത്തിൻ്റെ 4 വശത്തായിട്ട് വെച്ചു. അങ്ങനെ ആ സമയത്ത് അല്പസമയത്തിന് ശേഷം ഭൂമിയിൽ നിന്ന് ഉയർന്നത് പടപട ശബ്ദത്തോടെ 4 ദിശയിലേക്കും പറന്നു. അപ്പോഴേക്കും ഒരു സർപ്പം ചീറ്റിക്കൊണ്ട്
ഇഴഞ്ഞു വരുന്നത് അവർ കാണുകയാണ്. പളനിസ്വാമി അയച്ച കവടികൾ 4 കവടികളും അതിൻ്റെ പത്തിയിൽ ഇരിപ്പുണ്ടായിരുന്നു. പളനിസ്വാമി സർപ്പത്തിനോട് പറഞ്ഞു മാധവൻ്റെ ശരീരത്തിൽ നിന്ന് ഈ വിഷത്തിനെ പെട്ടെന്ന് പുറത്തെടുക്കാൻ ആ സർപ്പത്തിനോട് പറഞ്ഞു. അങ്ങനെ ചെയ്യുകയാണ്. അതിനുശേഷം പളനിസ്വാമി ശ്രീപാദ ശ്രീവല്ലഭ നാമം ജപിച്ചുകൊണ്ട് മന്ത്രശക്തി പകർന്ന ജലം സർപ്പത്തിൻ്റെ ദേഹത്ത് തളിക്കുകയാണ്. അപ്പോൾ സർപ്പം പളനിസ്വാമിയുടെ പാദങ്ങളിൽ ചുംബിച്ച് 3 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്തിട്ട് സമാധാനത്തോടു കൂടി അവിടുന്ന് പിൻവാങ്ങുകയാണ്. പളനിസ്വാമി പറയുകയാണ്, ഈ സർപ്പം കഴിഞ്ഞ ജന്മത്തിൽ ഒരു സ്ത്രീയായിരുന്നു. അവർക്ക് വയസ്സായി. ജീവിതത്തിൽ കുറച്ച് പാപങ്ങളും കുറച്ച് പുണ്യങ്ങളും ഒക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ദത്തഭക്തനായ ബ്രാഹ്മണന് അവർ ഭക്ഷണം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ദത്തൻ അവരോട് പ്രസാദിച്ചു. പെട്ടെന്ന് പ്രസാദിക്കുന്ന പ്രകൃതമാണ് ദത്തൻ്റേത്. ഈ സ്ത്രീ മരണശേഷം യമലോകത്തിലേക്ക് പോയപ്പോൾ യമധർമ്മരാജൻ അവരടുത്ത് പറഞ്ഞു, നിങ്ങൾ കുറച്ച് പാപവും കുറച്ച് പുണ്യവും നേടിയിട്ടുണ്ട്. നിങ്ങൾ ദത്തഭക്തനായ ബ്രാഹ്മണന് ഭക്ഷണം കൊടുത്തത് കൊണ്ട് വലിയ പ്രയോജനമാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ പാപപുണ്യക്കണക്കിൽ വലിയ ഗുണം കിട്ടുകയും പാപം കുറയുകയും ചെയ്യുന്ന രീതിയിൽ മാറ്റം വരുത്താൻ ദത്തൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചിത്രഗുപ്തൻ ആ കണക്കിൽ മാറ്റം വരുത്തി. അതുകൊണ്ട് നിങ്ങൾക്ക് ആദ്യം പാപഫലം വേണമോ പുണ്യഫലം വേണമോ എന്ന് അവരോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, കുറച്ച് പാപത്തിൽ നിന്നുള്ള കഷ്ടപ്പാടുകൾ ആദ്യം അനുഭവിക്കാം, അധികമുള്ള പുണ്യം കൊണ്ടുള്ള സുഖം പിന്നീട് അനുഭവിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഭൂമിയിലൊരു സർപ്പമായിട്ട് ജനിച്ചതാണ്. അങ്ങനെ ഉപദ്രവിക്കാനുള്ളൊരു മനോഭാവം ഉണ്ടായിരുന്നത് കൊണ്ട് നേരെ വന്നവരെയൊക്കെ അവർ കടിച്ചു. അങ്ങനെ അവർ കൂടുതൽ പാപം സമ്പാദിച്ചു കൂട്ടുകയാണ് ചെയ്തത്. ഇവിടെ ദത്തഭക്തന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണത്തെക്കുറിച്ചാണ് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഈ വൃദ്ധയായ സ്ത്രീ രജോ ഗുണം നിറഞ്ഞവളായിരുന്നു. അതുകൊണ്ടാണ് അടുത്ത് കിട്ടിയ മാധവനെ കടിച്ചത്. പൂർവ്വ പുണ്യഫലമായിട്ടാണ് അവർ അയാളെ കടിച്ചത്. മുജ്ജന്മത്തിൽ ആർജിച്ച പാപം കൊണ്ടാണ് മാധവന് ജീവനാശം സംഭവിച്ചത്. വൃദ്ധയ്ക്ക് താമസമില്ലാതെ സർപ്പജീവിതത്തിൽ നിന്ന് മോചനവും ഉയർന്ന ഒരു ലോകവും ലഭിച്ചു. അർഹതയുള്ളവർക്ക് അന്നദാനം ചെയ്യുന്നത് കൊണ്ട് കിട്ടുന്ന ഫലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗം മനസ്സാകുന്നു. ദാതാവിൻ്റെ മനസ്സും ബുദ്ധിയും ഇച്ഛാശക്തിയും അഹംബോധവും ശരീരവും ശുഭകരമായ സ്പന്ദനങ്ങൾ കൊണ്ട് നിറയുന്നു. സൃഷ്ടിയിലുള്ള സർവ്വ വസ്തുക്കളെയും അത് ആകർഷിക്കുകയും സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യുന്നു. ശ്രീപാദൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ശ്രീപാദ നാമജപം കൊണ്ട് ലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകും. അതുപോലെ ഈ മാധവൻ്റെ ശരീരം 10 ദിവസം മണ്ണിൽ കിടന്നിട്ടും കേട് പറ്റാതിരുന്നത് ശ്രീപാദ നാമജപത്തിൻ്റെ മഹത്വം കൊണ്ടാണെന്നും പറയുന്നുണ്ട്. അതിനുശേഷം നാഗലോകത്തിൻ്റെ വിവരണമാണ്. സൂക്ഷ്മ ശരീരത്തിൽ മാധവൻ ശ്രീപാദനെ കാണുന്നുണ്ട്. കുരുവപുരത്തെ ദ്വീപിൻ്റെ മധ്യഭാഗത്തേക്ക് പോകാനായിട്ട് മാധവനോട് പറയുന്നുണ്ട്. മാധവൻ ശ്രീപാദ ശ്രീവല്ലഭൻ്റെ നാമം ജപിച്ചുകൊണ്ട് ആ ദ്വീപിൻ്റെ മധ്യസ്ഥാനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോയി. അത് പാതാളലോകമായിരുന്നു. അവിടെ നാഗവർഗമായിരുന്നു നിവാസികൾ. മഹാസർപ്പങ്ങളെയും ആയിരക്കണക്കിന് പത്തികളുള്ള സർപ്പങ്ങളെയും മഹാസർപ്പത്തിൻ്റെ മുകളിൽ മഹാവിഷ്ണുവിനെ പോലെ വിശ്രമിക്കുന്ന ശ്രീപാദനെയും മാധവൻ കാണുകയാണ്. അപ്പോൾ അരികിലിരുന്ന ഒരു സർപ്പം ദത്താത്രേയ മഹാത്മ്യത്തെക്കുറിച്ച് പറഞ്ഞു. ചിത്രകൂട അനസൂയ പർവ്വതത്തിൽ അത്രി അനസൂയ ദമ്പതിമാരുടെ പുത്രനായിട്ട് ദത്താത്രേയൻ ജനിക്കുന്നു. സൂക്ഷ്മരൂപത്തിൽ നീലഗിരി, ശ്രീശൈലം, ശബരിഗിരി, സഹ്യാദ്രി പർവ്വതങ്ങളിലേക്ക് അദ്ദേഹം പോവുകയാണ്. അവിടെ ഗോരക്ഷനാഥനെ ക്രിയായോഗം പഠിപ്പിച്ചു എന്നും ആ സർപ്പം പറയുന്നുണ്ട്. അതിനുശേഷം മറ്റൊരു സർപ്പം പറയുകയാണ്, ഞങ്ങൾ കാലനാഗങ്ങളാണ്, ഋഷീശ്വരന്മാർ എന്ന് ഞങ്ങളെ പറയും. അനേക സഹസ്രാബ്ദങ്ങൾ പ്രപഞ്ചം ഭരിച്ച ദത്തൻ അജ്ഞാതവാസം തുടങ്ങി. നദിയിലെ വെള്ളത്തിനടിയിലേക്ക് പോയി. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞ് പുറത്തു വന്നു. വീണ്ടും വെള്ളത്തിലേക്ക് പോയി. പിന്നെ പുറത്തു വന്നപ്പോൾ മദ്യചഷകവും ഒരു കയ്യിൽ മദ്യചഷകവും മറ്റേ കൈ കൊണ്ടൊരു പെൺകുട്ടിയെയും പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട് ഇവരൊക്കെ അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചു. അദ്ദേഹം അതിനാൽ അപ്രത്യക്ഷമായി. യഥാർത്ഥത്തിൽ ആ ചഷകം എന്ന് പറയുന്നത് അമൃതായിരുന്നു. പെൺകുട്ടി അനഘാലക്ഷ്മിയുമായിരുന്നു. അതിനുശേഷം കുരുവപുരത്തിൻ്റെ വിവരണമാണ്. അദ്ദേഹം കുളിക്കാനിറങ്ങിയ പുണ്യസ്ഥലമാണ് കുരുവപുരം. അതിനുശേഷം സദാശിവ ബ്രഹ്മേന്ദ്രസ്വാമിയുടെ പൂർവ്വചരിത്രം പറയുന്നുണ്ട്.
മാധവനോട് സംസാരിച്ച സർപ്പങ്ങളിൽ ഒന്ന് ജ്യോതി രാമലിംഗ സ്വാമിയായി ജനിച്ചു. മറ്റേ സർപ്പമാണ് സദാശിവ ബ്രഹ്മേന്ദ്രനായിട്ട് ജനിക്കുന്നത്. ശ്രീപാദൻ്റെ പാദുകങ്ങൾ പീഠികാപുരത്ത് പ്രതിഷ്ഠിക്കപ്പെടും എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ട്. അതിനുശേഷം മാധവനോട് പീഠികാപുരത്തേക്ക് പോകാൻ പറയുന്നുണ്ട്. പിന്നെ പാതാള ലോകത്തിൽ പോകാനും കാലനാഗങ്ങളെ കണ്ട് തിരികെ വരിക എന്നും ശ്രീപാദൻ പറയുന്നുണ്ട്. ഇത്രയുമാണ് 3-ാമത്തെ അധ്യായത്തിൻ്റെ സംഗ്രഹം. ഇനി പുസ്തക പാരായണം. അധ്യായം 3. ശങ്കരഭട്ട് പളനിസ്വാമിയെ കാണുന്നു. അദ്ദേഹത്തിൻ്റെ കുരുവപുര സന്ദർശനം. ശ്രീപാദ ശ്രീവല്ലഭൻ്റെ കാരുണ്യം കൊണ്ട് ഞാൻ വിചിത്രപുരത്ത് നിന്ന് പുറപ്പെട്ടു. ചിദംബരത്ത് പരമേശ്വരനെ ദർശിക്കുവാൻ എനിക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നു. ആദ്യം 3 ദിവസത്തെ യാത്ര ഉല്ലാസകരമായിരുന്നു. ആവശ്യപ്പെടാതെ തന്നെ ആഹാരം കിട്ടിയിരുന്നു. 4-ാം ദിവസം ഞാൻ ഒരു ബ്രാഹ്മണ ഗൃഹത്തിനു മുമ്പിൽ ഭക്ഷണത്തിന് യാചിച്ചുകൊണ്ട് നിന്നു. ക്രൂരയായ ഒരു വീട്ടമ്മ പുറത്തു വന്ന് അവിടെ ഭക്ഷണമില്ലെന്ന് ഉറക്കെ പറഞ്ഞു. ഞാൻ കുറച്ചു നേരം കാത്തുനിന്നു. ഗൃഹനാഥൻ പുറത്തു വന്നു. അയാൾ പറഞ്ഞു, അതിഥികൾക്കും സന്ദർശകർക്കും ആതിഥ്യം നൽകുവാനുള്ള ഭാഗ്യം എനിക്കില്ല. എൻ്റെ ഭാര്യ വലിയൊരു ശുണ്ഠിക്കാരിയാണ്. അവൾ ദേഷ്യം വരുമ്പോൾ എൻ്റെ തലയിൽ മൺപാത്രങ്ങൾ ഉടയ്ക്കും. ഇക്കാര്യത്തിൽ എൻ്റെ ഭാര്യയും എൻ്റെ ഗുരുവിൻ്റെ ഭാര്യയും ഒരുപോലെയാണ്. എന്നാൽ ഒരു വ്യത്യാസമുണ്ട്. എൻ്റെ ഭാര്യ എന്നോട് ഉടച്ച പാത്രങ്ങളുടെ വില ആവശ്യപ്പെടും. ഗുരുപത്നി ഗുരുവിനെ അങ്ങനെ ബുദ്ധിമുട്ടിക്കാറില്ല. ഇപ്പോൾ തന്നെ ചില പാത്രങ്ങൾ എൻ്റെ തലയിൽ ഉടച്ചതേയുള്ളൂ. ഞങ്ങളുടെ വീട്ടിൽ ആഹാരത്തിനും വെള്ളത്തിനും ക്ഷാമമില്ല. എന്നാൽ ഉടഞ്ഞ പാത്രങ്ങളുടെ വില ഞാൻ ഉടനെ കൊടുത്തിരിക്കണം. ഇത് വളരെ അലട്ടുന്ന കാര്യമാണ്. ഇന്നെനിക്ക് ഏതെങ്കിലും മതപരമായ ചടങ്ങിൽ നിന്ന് കുറച്ച് പണം ദാനമായി കിട്ടുകയാണെങ്കിൽ ബുദ്ധിമുട്ടില്ല. അല്ലെങ്കിൽ ആരോടെങ്കിലും കടം മേടിക്കേണ്ടി വരും. സംഭാവനയായി പണം കിട്ടുമ്പോൾ കടം മേടിച്ചത് തിരിച്ചു കൊടുക്കണം. സംഭാവനകൾ കിട്ടുമ്പോൾ അതിലൊരു ഭാഗം കടം വീട്ടാൻ എടുക്കും. ബാക്കിയുള്ളത് അവളുടെ കയ്യിൽ കൊടുക്കും. ഈ ഏർപ്പാട് കുറച്ചു കാലം തുടർന്നു. ഈയിടെയായി സംഭാവന കിട്ടുന്നത് മുഴുവൻ അവൾ എടുക്കുകയാണ്. അതുകൊണ്ട് കടങ്ങൾ വീട്ടുവാൻ മാർഗമില്ല. എൻ്റെ അവസ്ഥ അറിയുന്നവർ ഇപ്പോൾ കടം തരുന്നില്ല. അവർ ചോദിക്കും, നിങ്ങൾ എങ്ങനെ കടം വീട്ടും? സംഭാവനകൾ കിട്ടുമ്പോൾ വീട്ടാമെന്ന് കരുതുന്നുണ്ടോ? ആ വഴിയും ഇപ്പോൾ അടഞ്ഞിരിക്കുന്നു. ഞാൻ ധനികനായതുകൊണ്ട് ആരും എനിക്ക് ദാനം തരുന്നില്ല. നേരെ മറിച്ച് അവർ പരിഹസിക്കും. ഇപ്പോൾ ഞാൻ ഉടഞ്ഞ പാത്രങ്ങളുടെ വില കൊടുക്കണം. നിങ്ങളെ പരുഷമായി ശകാരിച്ചതിന് ശേഷം എൻ്റെ ഭാര്യ എന്നെ അകത്തേക്ക് വിളിച്ചു പറഞ്ഞു, തെരുവിൽ ഒരു തീർത്ഥാടകൻ നിൽക്കുന്നുണ്ട്. അയാളുടെ കൂടെ പോകൂ. എവിടെ നിന്നെങ്കിലും ദാനം കിട്ടുന്നത് കൊണ്ടുവരൂ. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഇനി ഈ വീട്ടിൽ നിന്ന് ആഹാരം കിട്ടുകയുള്ളൂ. പിന്നെ ഭാര്യയാൽ ഭരിക്കപ്പെടുന്ന ആ ഭർത്താവ് എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞു. ആ ഗ്രാമത്തിലെ ബ്രാഹ്മണ ഗൃഹങ്ങളെല്ലാം തനിക്ക് നല്ലതുപോലെ അറിയാമെന്നും തങ്ങൾക്ക് ഭക്ഷണവും ദക്ഷിണയായി പണവും കിട്ടിയേക്കുമെന്നും പറഞ്ഞു. എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ശ്രീപാദ ശ്രീവല്ലഭ, എന്ത് ദാരുണമായ പരീക്ഷണമാണ് ഇത് എന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ അയാളുടെ കൂടെ ആ ഗ്രാമത്തിലെ ഓരോ ബ്രാഹ്മണ ഭവനങ്ങളിലും പോയി. ആരും ആഹാരം തന്നില്ല. ദക്ഷിണയുടെ കാര്യം പറയാനുമില്ല. അയാൾ ഖേദിച്ചു. ഇതുവരെ എനിക്ക് മാത്രമേ ഭാഗ്യദോഷമുണ്ടായിരുന്നുള്ളൂ. എൻ്റെ കൂടെ കൂടിയപ്പോൾ നിങ്ങളും ഭാഗ്യദോഷിയായി. ഞാൻ അയാളോട് പറഞ്ഞു, എല്ലാ ജീവികൾക്കും ഭക്ഷണം നൽകുന്നത് സർവശക്തനായ ഭഗവാൻ ദത്താത്രേയനാണ്. ഈ കലിയുഗത്തിൽ അദ്ദേഹം ശ്രീപാദ ശ്രീവല്ലഭൻ എന്ന നാമവും രൂപവും സ്വീകരിച്ച് കുരുവപുരത്ത് വസിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ ദർശിക്കുവാനായി അവിടേക്ക് പോവുകയാണ്. നമുക്ക് ആ അത്തിമര ചുവട്ടിൽ ഇരുന്ന് അദ്ദേഹത്തിൻ്റെ നാമം ജപിക്കാം. നമുക്ക് എല്ലാം ശ്രീ ദത്തൻ്റെ കാരുണ്യത്തിന് വിടാം. ആ ബ്രാഹ്മണൻ അതിന് സമ്മതിച്ചു. വിശപ്പ് വയറിനെ ചുട്ടെരിക്കുകയായിരുന്നു. തളർന്ന ശബ്ദത്തിൽ ഞങ്ങൾ ശ്രീപാദ ശ്രീവല്ലഭനാമം ജപിച്ചുകൊണ്ടിരുന്നു. രാജഭടന്മാർ ഞങ്ങളെ കണ്ട് അടുത്തു വന്നു. അവർ എന്നോട് പറഞ്ഞു, ശ്രീമാൻ, യുവരാജാവിന് സംസാരശേഷി കിട്ടി. കേൾവിയില്ലായ്മയും മാറി. അങ്ങയെ ഉടനെ കൂട്ടിക്കൊണ്ടുവരുവാൻ മഹാരാജാവ് പറഞ്ഞു. ഞങ്ങളുടെ കൂടെ വന്നാലും ഞങ്ങളുടെ ശോച്യാവസ്ഥയെ അവരോട് വെളിപ്പെടുത്തുവാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. എനിക്ക് ഒറ്റയ്ക്ക് വരുവാൻ കഴിയുകയില്ലെന്നും എൻ്റെ കൂട്ടുകാരനെയും കൂടെ കൂട്ടണമെന്നും ഞാൻ പറഞ്ഞു. അവർ സമ്മതിച്ചു. അവർ ബഹുമാനപൂർവ്വം ഞങ്ങളെ കുതിരപ്പുറത്ത് ഇരുത്തി കൊണ്ടുപോയി. ഇത് കണ്ട് ഗ്രാമവാസികൾ വലിയ വിസ്മയത്തോടെ മൂക്കത്ത് വിരൽ വെച്ചു. മഹാരാജാവ് പറഞ്ഞു, മഹാത്മാവേ, അങ്ങൊരു മഹാപണ്ഡിതനാണെന്നറിഞ്ഞിട്ടും ഞാൻ അങ്ങയെ വേണ്ടതുപോലെ ആദരിക്കാതെ വെറും കൈയോടെ പറഞ്ഞയച്ചു. അങ്ങ് പോയതിനു ശേഷം രാജകുമാരൻ ബോധം കെട്ടു വീണു. ഞങ്ങൾ പല ശുശ്രൂഷകളും ചെയ്തു. വളരെ സമയത്തിന് ശേഷം അയാൾ കണ്ണു തുറന്നു. അയാൾ ശ്രീപാദ
വല്ലഭ ദിഗംബര, ശ്രീ ദത്തദേവ ദിഗംബര എന്ന് ഉച്ചരിക്കുവാൻ തുടങ്ങി. നല്ല ഉയരമുള്ള സുമുഖനായ 16 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു യോഗി പ്രത്യക്ഷപ്പെടുകയും കുറച്ച് വിശുദ്ധമായ ഭസ്മം തൻ്റെ വായിലിട്ട് തരികയും ചെയ്തു എന്നയാൾ വെളിപ്പെടുത്തി. ആരാണ് ആ യോഗി? അദ്ദേഹത്തിൻ്റെ വാസസ്ഥലം എവിടെയാണ്? ശ്രീദത്തനും അദ്ദേഹവുമായുള്ള ബന്ധം എന്താണ്? ദയാപൂർവം എന്നോട് പറയൂ. ഞാൻ വിനയത്തോടെ ഉണർത്തിച്ചു. ശ്രീപാദ ശ്രീവല്ലഭൻ്റെ മഹിമ ഞാൻ എങ്ങനെയാണ് വർണ്ണിക്കുക? അദ്ദേഹം യഥാർത്ഥത്തിൽ ഭഗവാൻ ശ്രീദത്തൻ്റെ അവതാരമാണ്. അദ്ദേഹത്തിൻ്റെ അവതാര രൂപം ശ്രീകൃഷ്ണൻ്റേതുപോലെ ആശ്ചര്യകരമാണ്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് വളരെ കുറച്ചു മാത്രമേ കേട്ടിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ ദർശനത്തിനായി ഞാൻ കുരുവപുരത്തേക്ക് പോകുകയാണ്. വഴിക്ക് പുണ്യസ്ഥലങ്ങളെയും പുണ്യജനങ്ങളെയും സന്ദർശിക്കുന്നുമുണ്ട്. ആ അസാധാരണ സംഭവം വിചിത്രപുരത്തെ പണ്ഡിതന്മാരെ വിസ്മയിപ്പിച്ചു. അവർ ശ്രീവല്ലഭസ്വാമിയെ പലതരത്തിൽ പാടിപ്പുകഴ്ത്തി. എന്തുകൊണ്ടെന്നാൽ അവരുടെ 40 ദിവസത്തെ വ്രതങ്ങളുടെ ഫലമായി മഹാരാജാവിൻ്റെ സ്വഭാവം നന്നായി. അവരുടെ വിഷമങ്ങൾ നീങ്ങി. യുവരാജാവിൻ്റെ മൂകതയും ബധിരതയും മാറി. രാജാവ് എനിക്ക് സ്വർണം സംഭാവന നൽകി എന്നെ ആദരിച്ചു. രാജഗുരു പറഞ്ഞു, ശ്രീമാൻ, വളരെ നാളുകൾക്ക് ശേഷം എനിക്ക് വിവേകമുദിച്ചു. ശൈവന്മാർ വിഷ്ണുവിനെ നിന്ദിക്കുന്നത് കൊണ്ടും വൈഷ്ണവന്മാർ ശിവനെ നിന്ദിക്കുന്നത് കൊണ്ടും പാപം സമ്പാദിച്ചു കൂട്ടുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വേറെ പ്രയോജനമൊന്നും ഇല്ല. ദൈവത്തെ അധിക്ഷേപിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾ സകല ബുദ്ധിമുട്ടുകളും അനുഭവിച്ചു. മാധവൻ നമ്പൂതിരിയുടെ ഉപദേശമനുസരിച്ച് അറിഞ്ഞോ അറിയാതെയോ ഞങ്ങൾ ഭഗവാൻ ദത്തനെ പ്രസാദിപ്പിച്ചുകൊണ്ട് 40 ദിവസത്തെ വ്രതങ്ങൾ അനുഷ്ഠിച്ചു. ഞങ്ങൾ അങ്ങയോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ അവരോട് യാത്ര പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂടെ വരുവാൻ താനും നിശ്ചയിച്ചതായി മാധവൻ നമ്പൂതിരി പറഞ്ഞു. ഞങ്ങൾ സമ്മതിച്ചു. ഞങ്ങൾ 3 പേർ ഗ്രാമത്തിലെത്തി. രാജാവ് ഞങ്ങൾക്ക് തന്ന സ്വർണം ഞങ്ങൾ അവിടുത്തെ അഗ്രഹാരത്തിലെ ബ്രാഹ്മണർക്കിടയിൽ വിതരണം ചെയ്തു. സ്വർണം കിട്ടിയതിന് ശേഷം എൻ്റെ സ്നേഹിതൻ്റെ പരുഷപ്രകൃതമുള്ള ഭാര്യ ഞങ്ങൾക്ക് ഭക്ഷണം തന്നു. അവർ പിന്നീട് ശ്രീപാദ ശ്രീവല്ലഭൻ്റെ ഭക്തയായി. അവരുടെ സ്വഭാവം ഇണക്കമുള്ളതായി. ഞാനും മാധവൻ നമ്പൂതിരിയും ചിദംബരത്തേക്കുള്ള യാത്ര തുടങ്ങി. ഗോദാവരി പ്രദേശത്തുള്ള ര്യാലി ഗ്രാമത്തിലെ പരബ്രഹ്മശാസ്ത്രിയെ അഗസ്ത്യ മഹർഷി ധർമ്മശാസ്താവായ അയ്യപ്പദേവൻ്റെ പൂജാരിയായി നിയമിച്ചു. കാലക്രമേണ ഗർത്തപുരിയിലെ നമ്പൂരു ഗ്രാമത്തിലെ വേദപണ്ഡിതന്മാരെ മലയാള ദേശത്തെ ഭരിക്കുന്ന രാജകുടുംബം അവിടേക്ക് ക്ഷണിച്ചു. കുറേ ബ്രാഹ്മണർ നമ്പൂരു വിട്ട് മലയാള ദേശത്തേക്ക് പോയി. അവർ അവിടെ വേദജ്ഞാനം പ്രചരിപ്പിച്ചു. അവർ നമ്പൂതിരി ബ്രാഹ്മണർ എന്ന് അറിയപ്പെടുന്നു. അങ്ങനെ ആദിശങ്കരൻ്റെ പൂർവികന്മാരും നമ്പൂരുവിൽ നിന്ന് ഉള്ളവരായിരുന്നു. നമ്പൂതിരി ബ്രാഹ്മണരുടെ ആചരണങ്ങളും പാരമ്പര്യവും ശിക്ഷണബോധവും ഭക്തിയും മന്ത്രയന്ത്ര തന്ത്ര പ്രയോഗങ്ങളിലെ പ്രാഗൽഭ്യവും പ്രസിദ്ധമാണ്. എന്നാൽ മാധവൻ നമ്പൂതിരി അക്ഷരജ്ഞാനമില്ലാത്തവനായിരുന്നു. ചില ബ്രാഹ്മണ ഗൃഹങ്ങളിൽ പാചകക്കാരനായി ജോലി ചെയ്തുകൊണ്ട് ഉപജീവനം കഴിക്കുകയായിരുന്നു. ബാല്യത്തിൽ അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ടു. അടുത്ത ബന്ധുക്കൾ സഹായിച്ചില്ല. അയാൾക്ക് ഭഗവാൻ ദത്തനോട് ഇളക്കമില്ലാത്ത ഭക്തിയുണ്ടായിരുന്നു. ശ്രീപാദ ശ്രീവല്ലഭൻ അവതരിച്ചത് അറിഞ്ഞതു മുതൽ കഴിയുന്നത്ര നേരത്തെ അദ്ദേഹത്തെ ദർശിക്കുവാൻ അയാളുടെ മനസ്സ് തിടുക്കം കൂട്ടി. ചിദംബരത്തിനടുത്ത് ചില മഹാസിദ്ധന്മാർ ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടു. കുന്നുകളിൽ ഏകാന്ത ജീവിതം നയിക്കുന്ന പളനിസ്വാമി എന്ന ഒരു വൃദ്ധ തപസ്വിയെ ഞങ്ങൾ സന്ദർശിച്ചു. ഞങ്ങൾ ഗുഹാദ്വാരത്തിൽ എത്തിയപ്പോൾ ഞങ്ങളെ കണ്ട അദ്ദേഹം സ്വാഗതം പറഞ്ഞു. മാധവനും ശങ്കരനും ഒരുമിച്ച് വരികയാണോ? എന്തു ഭാഗ്യം! ഒരു പരിചയവുമില്ലാത്ത ഞങ്ങളെ പേര് ചൊല്ലി വിളിക്കാൻ കഴിവുള്ള അദ്ദേഹം ഒരു വലിയ സിദ്ധനാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ദയാലുവായ അദ്ദേഹം പറഞ്ഞു, എൻ്റെ മക്കളെ, ശ്രീപാദ ശ്രീവല്ലഭൻ്റെ ആജ്ഞ അനുസരിച്ച് ഈ ശരീരം ഉപേക്ഷിക്കുവാനും ചെറുപ്പമായ ഒരു ശരീരത്തിലേക്ക് പ്രവേശിക്കുവാനും സമയമായി. ഈ ശരീരം 300 കൊല്ലം പഴക്കമുള്ളതാണ്. ഇത് ഉപേക്ഷിച്ച് പുതിയൊരു ശരീരത്തിൽ മറ്റൊരു 300 കൊല്ലം ജീവിക്കണം എന്നത് ശ്രീപാദൻ്റെ ആജ്ഞയാണ്. ജീവിതകാലത്ത് തന്നെ മുക്തി നേടിയവർക്കും സൃഷ്ടിയുടെ ജനനമരണ ചക്രവ്യവസ്ഥ തരണം ചെയ്തവർക്ക് പോലും ശ്രീപാദൻ ആജ്ഞാപിച്ചാൽ തിരികെ വരേണ്ടതായി വരും. സൃഷ്ടിയെ മുഴുവൻ ഭരിക്കുന്ന മഹത്തായ നിശ്ചയം ശ്രീപാദ ശ്രീവല്ലഭൻ്റെ രൂപത്തിൽ അവതരിച്ചു.
ഉയർന്ന മേഖലകളിലെ സൂക്ഷ്മലോകങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വരവ് എപ്പോഴും ഉണ്ടാകും. മനുഷ്യരൂപത്തിൽ വരിക എന്നത് പ്രായേണ അപൂർവമാണ്. അദ്ദേഹം സമഗ്രമായ ഒരു യോഗി അവതാരമാണ്. ഭക്തന്മാരെ സംരക്ഷിക്കുവാനായി അദ്ദേഹത്തിൻ്റെ അതിരറ്റ ശക്തികളുടെ ഒരംശത്തിൽ നിന്ന് ആവിർഭവിക്കുന്ന അവതാരങ്ങൾ എപ്പോഴും ഉണ്ടാകും. എൻ്റെ മകനെ ശങ്കര, നീ വിചിത്രപുരത്ത് വച്ച് കാണാത മഹർഷിയെയും അദ്ദേഹത്തിൻ്റെ കണസിദ്ധാന്തത്തെയും കുറിച്ച് പ്രസ്താവിച്ചിരുന്നു. അത് വിസ്തരിച്ചു പറയൂ. ശ്രീപാദരാജം ശരണം പ്രപദ്യേ.